അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സൂറത്തു യൂസുഫിൻ്റെ 62 ആയത്ത് വരെയാണ് ഓതിയത്. 63-ാമത്തെ ആയത്ത് മുതൽ 119-ാമത്തെ ഖത്മുൽ ഖുർആൻ്റെ ക്ലാസ് കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഫുൾ സ്ക്രീനിൽ കാണുക. വളരെ മനോഹരമായിട്ട് നമുക്ക് പാരായണം ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കുക. അള്ളാഹു തആല നല്ല ഓർമ്മശക്തി പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മൾ കേൾക്കുക, അതനുസരിച്ച് ഓതാൻ വേണ്ടി ശ്രമിക്കുക. ഈ പാരായണം ചെയ്ത അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ, അവിടെയൊക്കെ ഓതുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നും നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു മാറ്റം വരുത്താൻ കഴിയുകയുള്ളൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما رجعوا إلى أبيهم قالوا يا أبانا منع منا الكيل فأرسل معنا أخانا نكتل وإنا له لحافظون. ഇന്ന് മദ്ദുകളെ കുറിച്ചാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നാളെ മദ്ദിൻ്റെ വിശദമായിട്ട്, നാളെ പറഞ്ഞ അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് നമുക്ക് പറയാം. മദ്ദുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. മദ് ലാസിമുണ്ട്, മദ് മുത്തസ്സിലുണ്ട്, മദ് മുൻഫസ്സിലുണ്ട്. ഈ മദ്ദുകൾക്ക് ചിഹ്നമുണ്ടാകും, മദ്ദിൻ്റെ ചിഹ്നമുണ്ടാകും. ഉദാഹരണത്തിന് فَلَمَّا رَجَعُوا إِلَى أَبِيهِمْ, ഇവിടെ കണ്ടില്ലേ, رَجَعُوا إِلَى أَبِيهِمْ. ഇവിടെ രണ്ട് സ്ഥലത്ത് മദ്ദുണ്ട്. റജഉ അവാവിൻ്റെ മുകളിലായിട്ട്, ഇല കണ്ടില്ല, ലാബ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു മദ്ദിൻ്റെ ചിഹ്നം, ആ വളഞ്ഞ ചിഹ്നം, അതാണ് മദ്. ഇതാണ് മദ്ദിൻ്റെ ചിഹ്നം. ഈ മദ് ലാസിമിനും മദ് മുത്തസ്സില് മദ് മുൻഫസ്സില്, ഈ മൂന്ന് മദ്ദുകൾക്കും ഈ ചിഹ്നം ഉണ്ടാകും. എന്നാൽ ഈ ചിഹ്നമില്ലാത്ത രണ്ട് മദ്ദുകളാണ് മദ് ആരിദും മദ് ലീനും. വിഷയങ്ങളൊക്കെ പറഞ്ഞതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, മദ് ലാസിമ്, മദ് മുത്തസ്സില്, മദ് മുൻഫസ്സില്, മദ് ലീന്, മദ് ആരിദ്. ഇനി റജഉ എന്ന് കഴിഞ്ഞു. ആ വാക്കിൻ്റെ അവസാനത്തിലാണ്, നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഹംസ വന്നത് അടുത്ത വാക്കിലാണെങ്കിൽ മദ് മുൻഫസ്സിലാണ്. ഒരേ വാക്കിലാണ് വന്നതെങ്കിൽ മദ് മുത്തസ്സിലാണ്, ചേർന്ന് കൊണ്ടുവന്നതാണെങ്കിൽ. മാ എന്ന് പറഞ്ഞതുപോലെ മാ, അവിടെ എന്താണ്, ആ ഒരു വാക്കിലാണ്. മാ എന്ന് കഴിഞ്ഞതിന് ശേഷമാണ് എന്ന് വന്നത്, അല്ലേ. അപ്പോൾ മദ്ദക്ഷരത്തിന് ശേഷം, നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരത്തിന് ശേഷം ഹംസ വന്നത് അതേ വാക്കിലാണെങ്കിൽ മദ് മുത്തസ്സിലാണ്. അടുത്ത വാക്കിലാണെങ്കിൽ റജഉ എന്നുള്ളത് അടുത്ത വാക്കിലാണ്. ഇല അബീഹിം, ഇല എന്നുള്ളത് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത വാക്ക്. ഇത് രണ്ടും മദ് മുൻഫസ്സിലാണ്. യാ അബാന, അത് രണ്ടും ഒന്നിച്ച് എഴുതിയാലും അത് രണ്ടും വെവ്വേറെ വാക്കാണ്. യാ അബാന എന്നാണ്. അപ്പം അവിടെയും മദ് മുൻഫസ്സിലാണ്. അപ്പം ഈ മദ് മനസ്സിലാക്കുക, മദ് മുത്തസ്സില്, മദ് മുൻഫസ്സില്. പിന്നെയുള്ളത് മദ് ലാസിമാണ്. മദ് ലാസിം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മദ് വരുന്നുണ്ട്. മുസാഫ് ഒന്ന് മറിച്ച് നോക്കിയാൽ മതി. ഫാത്തിഹയില് നീട്ടാൻ വന്നതിന് ശേഷം അടുത്ത അക്ഷരം ഷദ്ദുള്ള അക്ഷരമോ സുക്കൂനുള്ള അക്ഷരമോ ആണെങ്കിൽ മദ് ലാസിമ് വരും. ലാമിന് ഷദ്ദുണ്ട്, അതുകൊണ്ടാണ് മദ് ലാസിമ് വന്നത്. فلما
فلما رجعوا إلى أبيهم قالوا يا أبانا منع منا الكيل മദ് ആരിലും മദ്ലീനും നിർത്തുമ്പോഴാണ് വരിക. നമ്മളെപ്പോഴും പറയുന്ന പോലെ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം. സുക്കൂൻ ചെയ്തു, കൈൽ ലാമിന് സുക്കൂൻ ചെയ്തു. തൊട്ട് മുമ്പ് യാന് സുക്കൂന്, അവിടെ സുക്കൂന്റെ ചിഹ്നം ഉണ്ടാവും, അല്ലെങ്കിൽ വാവിന് സുക്കൂൻ വരികയും അതിൻ്റെ മുമ്പ് ഫത്ഹ ആവുകയും ചെയ്യുക. ഇവിടെ അവസാനത്തെ അക്ഷരത്തിന് കൈലു എന്ന് പറഞ്ഞപ്പോൾ ലാമിന് സുക്കൂൻ ചെയ്ത് നിർത്തിയപ്പോൾ അതിന് മുമ്പ് യാ ആണ്, യാന് സുക്കൂനാണ്, അതിൻ്റെ മുമ്പ് ഫത്ഹ ആവുകയും ചെയ്യാം. ഇവിടെ ഫത്ഹ ആണ്, കൈൽ. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിർത്തുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നീട്ടിയതിന് ശേഷം നിർത്തിയാൽ മതി. കൈ വര, കൈല് വര, കൈൽ. കൂടുതൽ നീട്ടണ്ട. മുനിഅ മിന്നൽ കൈൽ فأرسل معنا أخانا نكتل وإنا له لحافظون. മദ് ലീന് പറഞ്ഞു, മദ് ആരിൽ പറയുന്നു ലഹാഫിളൂൻ. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ മദ് ആരിൽ വരും. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനും അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരം അലിഫ് യാ വാവ് നീട്ടാനുള്ള അക്ഷരമായിട്ട് വരികയും ചെയ്താൽ അവിടെ അല്പം നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. ലഹാഫിളൂൻ. قال هل آمنكم عليه إلا كما أمنتكم كما അലിഫ് വന്നു, നീട്ടാനുള്ള അക്ഷരം വന്നു അലിഫ്. ശേഷമുള്ള ആ എന്നുള്ളത് അടുത്ത വാക്കിലാണ്, അമിൻതുക്കും. അപ്പോ ഒരു ഇടയിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യണം, മദ് മുൻഫസിലാണ്. പ്രത്യേകിച്ച് മക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, മക്കൾക്ക് മദ്രസയിലൊക്കെ പ്രത്യേകമായിട്ട് പഠിക്കും. അപ്പൊ എന്ത് ചെയ്യാ, മദ് മുൻഫസിലും മുത്തസിലൊക്കെ വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനും കഴിയും. കമാ അമിൻതുക്കും അലാ അഖീ. അവിടെ നിർത്തിയപ്പോൾ ഹാഇന് സുക്കൂന് തൊട്ട് മുമ്പുള്ളത് യാഇന് സുക്കൂനിന്റെ ചിഹ്നം ഇല്ല. സുക്കൂന്റെ ചിഹ്നം ഉണ്ടെങ്കിൽ അതിന്റെ മുമ്പ് ഫത്ത് ആവുകയും ചെയ്യുമ്പോൾ മദ്ദലീന. ഇവിടെ സുക്കൂന്റെ ചിഹ്നം ഇല്ല, നീട്ടാനുള്ള അക്ഷരമാണ്. നീട്ടാനുള്ള അക്ഷരം വന്നാൽ മദ് ആരിലാണ് വരിക. കമാ അമിൻ നിർത്തുമ്പോഴേ വരുള്ളൂ. കമാ അമിൻതുക്കും അലാ അഖീഹി മിൻ ഖബ്ലു ഫല്ലാഹു ഖൈർ. അവിടെ നിർത്തുകയാണെങ്കിൽ മദ്ദലീന് വരും. റാഇന് സുക്കൂന് തൊട്ട് മുമ്പ് യാഇന് സുക്കൂന് ചിഹ്നമുണ്ട്, അതിന് മുമ്പ് ഫത്ത് ആവുകയും ചെയ്യാം. ഫല്ലാഹു ഖൈറുൻ ഹാഫിളാ. ഫല്ലാഹു ഖൈറുൻ ഹാഫിളാ. തൻവീൻ ഫത്ഹിനെ നിർത്തേണ്ടത് എങ്ങനെയാണ്, നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. ഹാഫിളാ വഹുവ അർഹമുർ റാഹിമീൻ. قال هل آمنكم عليه إلا كما أمنتكم على أخيه من قبل فالله خير حافظا وهو أرحم الراحمين. വലമ്മ ശബ്ദമുള്ള നൂന് മീമ് ഇതൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് മണിക്കണം. ഫലം മണിക്കാറിനാൽ കട്ടി കൊടുത്തിട്ട് മണിക്കാം. ولما فتحوا متاعهم وجدوا بضاعتهم ردت إليهم قالوا يا أبانا ما نبغي هذه بضاعتنا ردت إلينا ونمير أهلنا ونحفظ أخانا ونزداد كيل അവിടെ നിർത്തുകയാണെങ്കിൽ മദ്ദലീന് വരും. ونزداد كيل بعير.
അവിടെ നിർത്തുകയാണെങ്കിൽ മദ് ആരിൽ വരും, അപ്പോൾ അല്പം നീട്ടേണ്ടതാണ്. ബഈർ അവിടെയൊക്കെ റോഇൻ്റെ നിയമങ്ങൾ വരുന്നുണ്ട്, തെർക്കീക്കാണ് അല്ലേ. ബഈർ, ബസീർ, നദീർ ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ ബഈർ എന്ന് പറയുന്നത്, ബഈർ എന്ന് പറയുന്നത്, ബഈർ ذلك كيل يسير അവിടെ തെർക്കീക്കാണ് ചെയ്യേണ്ടത്. മദ് ആരിലാണ് വരുന്നത്. റാഇന് സുക്കൂന് തൊട്ടുമുമ്പ് നീട്ടാനുണ്ട്, മദ് ആരിൽ വന്നു. നമുക്ക് ഉദാഹരണങ്ങൾ നമ്മളിപ്പോൾ കണ്ടത് മദ് മുത്തസില് കണ്ടു, മദ് ഐന് പിന്നെ മദ് ലീന്, മദ് ആരിൽ, മദ് പിന്നെ മുൻഫസില് കണ്ട്, മദ് ആരിൽ, മദ് ലീന് കണ്ടു. ഒന്നുകൂടി ولما فتحوا متاعهم وجدوا بضاعتهم ردت إليهم قالوا يا أبانا ما نبغي هذه بضاعتنا ردت إلينا ونمير أهلنا ونحفظ أخانا ونزداد كيل بعير ذلك كيل يسير قال لن أرسله معكم حتى تؤتون موثقا قال لن أرسله معكم حتى تؤتون موثقا من الله لتأتونني به. ഇവിടൊക്കെ നൂനിൻ്റെയും അതുപോലെ തന്നെ ശബ്ദമുള്ള നൂനൊക്കെ വരുന്നുണ്ടൊക്കെ നമുക്ക് നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ നോക്കുക. തുടക്കം മുതലുള്ള ക്ലാസ്സുകൾ ആവശ്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. കിട്ടാത്തവർ എന്ത് ചെയ്യാം, വാട്സപ്പിൽ താഴെയുള്ള നമ്പറിൽ എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ തുടക്കം മുതലുള്ള ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യണം, കേൾക്കണം. അപ്പോൾ വിശദമായിട്ട് ഒന്നുകൂടി വളരെ വിശദമായിട്ട് പഠിക്കാൻ കഴിയുകയുള്ളൂ. വളരെ സിമ്പിളായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കിയിട്ട് പാരായണം ചെയ്യാൻ നമുക്ക് കഴിയും. حتى تؤتون موثقا من الله لتأتونني به إلا أن يحاط بكم. പലപ്പോഴും മദ്ദുകളൊന്നും നമ്മൾ അറിയാതെ നീട്ടൽ വരാത്തൊരവസ്ഥയാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. لتأتونني به إلا أن يحاط بكم فلما آتوه موثقهم قال الله على ما نقول وكيل قال لن أرسله معكم حتى تؤتون موثقا من الله لتأتونني به إلا أن يحاط بكم فلما آتوه موثقهم قال الله على ما نقول وكيل وقال يا بني لا تدخلوا من باب واحد. എങ്ങനെ ഓതുക? لا تدخلوا من എന്നല്ല, നൂനിൻ്റെ ശേഷം ബാ വന്നതുകൊണ്ട്, സുക്കൂണുള്ള നൂനിൻ്റെ ശേഷം ബാ വന്നതുകൊണ്ട് നൂനിൻ്റെ നിയമം ഓർമ്മയിലുണ്ടാകണം. നൂനിൻ്റെ സ്ഥാനത്ത് മീം കൊണ്ടുവരണം. മിം ബാബി, തൻവീൻ്റെ ശേഷം വാവ് വന്നാൽ അവിടെയൊക്കെ എന്താണ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ബാബിൻ വാഹിദ് എന്ന് പറയുന്നത് മിം ബാബി വാഹിദി വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ. മുതഫർരി എന്ന് പറയുന്നത് മുതഫർരിഖ. വമാ അവിടെ എന്താണ്, മദ് മുൻഫസിലാണ് അല്ലേ. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിലാണ് മദ് മുൻഫസിലാണ്. വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ശൈഅ. അവിടെ എന്താണ് നിർത്തുമ്പോൾ ഹംസക്ക് സുക്കൂന് തൊട്ടുമ്പ് യാ അതിന് സുക്കൂന്, അതിൻ്റെ മുമ്പ് ഫത്താണ്. മദ് ആരിൽ ആണോ? അല്ല, മദ് ലീനാണ്.
ഇനി ഒഴിവാക്കുന്നു, കൂട്ടിയാക്കി. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. ഹംസത്തുൽ വസ്ൽ കൂട്ടി വായിക്കുമ്പോൾ ഉച്ചരിക്കൂല. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹി അലൈഹി തവക്കൽതു വഅലൈഹി ഫൽയതവക്കലിൽ മുതവക്കിലൂൻ. وقال يا بني لا تدخلوا من باب واحد وادخلوا من أبواب متفرقة وما أغني عنكم من الله من شيء إن الحكم إلا لله عليه توكلت وعليه فليتوكل المتوكلون. ولما دخلوا من حيث അവിടെ നിർത്തുകയാണെങ്കിൽ മദ്ദ് ലീന് വരും അല്ലേ. മിൻ ഹൈസു അമറഹും അബൂഹും മാ കാന യുഗ്നി അൻഹും. എന്തിനാ ഈ മദ്ദുകളൊക്കെ പഠിക്കുന്നത്? എന്തിനാ? നമ്മളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയാണോ നിർത്തുന്നത് അവിടെ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം. നീട്ടാനുണ്ടെങ്കിൽ നീട്ടുക, ഇല്ലെങ്കിൽ സുക്കൂൻ ചെയ്യണം. സുക്കൂൻ ചെയ്യുമ്പോൾ തൊട്ട് മുമ്പ് നീട്ടാനുണ്ടെങ്കിൽ അവിടെ മദ് ആരിൽ വരും. തൊട്ട് മുമ്പ് യാഇന് സുക്കൂനോ അല്ലെങ്കിൽ വാവിന് സുക്കൂനോ ആണെങ്കിൽ മദ് ലീന് വരും. മദ് ലീന് വന്നാൽ അവിടെ നിർത്തേണ്ടത് സാധാരണ നിർത്തുന്ന പോലെ നിർത്താൻ പറ്റില്ല. മദ് ലീനാകുമ്പോഴും മദ് ആരിലാകുമ്പോഴും ഒന്ന് നീട്ടണം. മാ കാന യുഗ്നി അൻഹും മിനല്ലാഹി മിൻ ശൈഇ إلا حاجة في نفس يعقوب قضاها وإنه لذو علم لما علمناه ولكن أكثر الناس لا يعلمون. ولما دخلوا من حيث أمرهم أبوهم ما كان يغني عنهم من الله من شيء ما كان يغني عنهم من الله من شيء إلا حاجة في نفس يعقوب قضاها وإنه لذو علم لما علمناه ولكن أكثر الناس لا يعلمون. ولما دخلوا على يوسف آوى إليه അവിടെ ഒന്ന് മദ് മുൻഫസിലാണ്, മറ്റൊന്ന് ഇലൈ മദ് ലീനാണ്. യാഇന് സുക്കൂനുണ്ട് അല്ലേ. على يوسف آوى إليه أخاه قال إني أنا أخوك അന എന്ന് വായിക്കൂല. ആ അലിഫ് 0 മാർക്കാണ്. 0 ആയാൽ പിന്നെ ആ അലിഫ് 0 ആണെങ്കിൽ പിന്നെ അത് അന എന്ന് വായിക്കൂല. അന നീട്ടേണ്ട ആവശ്യമില്ല. ഖാല ഇന്നി അന അഖൂക ഫലാ തബ്തഇസ് ബിമാ കാനൂ യഅമലൂൻ. ولما دخلوا على يوسف آوى إليه أخاه قال إني أنا أخوك فلا تبتئس بما كانوا يعملون. فلما جهزهم بجهازهم جعل السقاية في رحل أخيه مد عارض ثم أذن مؤذن أيتها العير. നിർത്തി. മദ് ആരിതാണ്. റായിന് സുക്കൂന് മുമ്പ് നീട്ടാനുണ്ട്, അതിന് മുമ്പ് കസർ മദ് അവിടെ തെർക്കീക്കും ചെയ്യണം. ഈർ നല്ല ഈർ. ഇന്നകും ലസാരിഖൂൻ. فلما جهزهم بجهازهم جعل السقاية في رحل أخيه ثم أذن مؤذن أيتها العير إنكم لسارقون. قالوا وأقبلوا عليهم
تفقدون മീം രണ്ട് മീം കൂടി ഒരു മീമാക്കി ഉച്ചരിക്കണം. ഖാലു വഅഖ്ബലു അവിടെ നിർത്തുകയാണെങ്കിൽ എങ്ങനെ നിർത്തുക? ഖാലു വഅഖ്ബലു നിർത്തോ, വഅഖ്ബലു ഖാലു അല്ലെങ്കിൽ ഖാലു വഅഖ്ബലു ഖാലു വഅഖ്ബലു അലൈഹിം അവിടെ എങ്ങനെ നിർത്തുക? അലൈഹിം മാദാ അവിടെ എങ്ങനെ നിർത്തുക? നീട്ടാനുണ്ട്. മാദാ മാദാ തഫ്ഖിദൂൻ ഖാലു നഫ്ഖിദു സുവഅൽ മലിക് അവിടെ നിർത്താം. അവിടെ കാഫിന് സുക്കൂൻ ചെയ്തു. അവിടെ തൊട്ട് മുമ്പ് നീട്ടാനൊന്നുമില്ല. അവിടെ പിന്നെ സാധാരണ അവിടെ നീട്ടാനും പ്രത്യേകിച്ചൊന്നുമില്ല. മലിക് വലിമൻ ജാഅ ബിഹി ഹിംലു ബഈരിൻ വഅന ബിഹി സഈം വഅന ബിഹി സഈം മദ്ആരിൽ قالوا نفقد صواع الملك ولمن جاء به ഇവിടെ കണ്ടില്ലേ? വലിമൻ ജാഅ ബിഹി ജാഅ നീട്ടാനുള്ള അക്ഷരം വന്നു. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഹംസ വന്നത് അ എന്ന് വന്നത് അതേ വാക്കിലാണ്. ജാഅ മദ് മുത്തസ്സിലാണ്. ഇതാണ് മുത്തസ്സിൽ. ഒരേ വാക്കിലായതുകൊണ്ട് മദ്ദക്ഷരത്തിന് ശേഷം ഹംസ അതേ വാക്കിലാണ് വന്നതെങ്കിൽ മദ് മുത്തസ്സിലാണ്. അടുത്ത വാക്കിലാണെങ്കിൽ മദ് മുൻഫസ്സിലാണ്. വലിമൻ ജാഅ ബിഹി ഹിംലു ബഈരിൻ വഅന ബിഹി സഈം وأنا به زعيم قالوا نفقد صواع الملك ولمن جاء به حمل بعير وأنا به زعيم قالوا تالله കഴിഞ്ഞതിന് ശേഷം ഹംസത്തുൽ വസിലാണ്. قالوا تالله لقد علمتم ما جئنا لنفسد في الأرض قالوا تالله لقد علمتم ما جئنا لنفسد في الأرض وما كنا سارقين قالوا تالله لقد علمتم ما جئنا لنفسد في الأرض وما كنا سارقين قالوا فما جزاؤه ജസാഉഹു മദ് മുത്തസ്സിലാണ്. അവിടെ നിർത്തുന്നില്ല എങ്കിൽ ജസാഉഹു ഇൻ കുൻതും കാദിബീൻ നിർത്തുന്നില്ല എങ്കിൽ ഹൂ എന്നുള്ളത് നീട്ടണം. ഹൂ ഈ അടുത്ത വാക്കിലാണ് ഈ എന്ന് വന്നത്. അപ്പോൾ മദ് മുൻഫസ്സിലാണ്. قالوا فما جزاؤه إن كنتم كاذبين قالوا فما جزاؤه إن كنتم كاذبين قالوا جزاؤه അവിടെ നീട്ടണ്ട. قالوا جزاؤه من وجد ഉഹു ചെറിയ നീട്ടൽ നീട്ടിയാൽ മതി. ശേഷമുള്ളത് മാ എന്നുള്ളതാണ്. ശേഷമുള്ള ആ എന്നാകുമ്പോൾ ഒന്നുകൂടി നീട്ടേണ്ടി വരും. ഇവിടെ മാ എന്നതുകൊണ്ട് ചെറിയ നീട്ടൽ നീട്ടിയാൽ മതി. ഈ ഹു എന്നത് കൊണ്ട് നീട്ടാനുള്ള കാരണം എന്താണ്? തൊട്ട് മുമ്പുള്ള അക്ഷരവും തൊട്ട് ശേഷമുള്ള അക്ഷരവും സുക്കൂൻ ഇല്ലാത്തത് കൊണ്ടാണ്. ജസാഉഹു ജസാഉഹു അല്ലേ? ഊ എന്നുള്ളതാണ് തൊട്ട് മുമ്പ്, ശേഷമുള്ള മാ എന്നുള്ളത്. രണ്ട് സ്ഥലത്തും സുക്കൂൻ. രണ്ടാലും ഒരു സ്ഥലത്ത് സുക്കൂൻ ഉണ്ടെങ്കിൽ ആ ഹു എന്നത് നീട്ടുകയില്ല. നീട്ടണം എന്നതുകൊണ്ടാണ് അവിടെ ചെറിയൊരു വാവിന്റെ ചിഹ്നം കൊടുത്തിട്ടുള്ളത്. قالوا جزاؤه من وجد في رحله فهو جزاؤه كذلك نجزي الظالمين قالوا جزاؤه من وجد في رحله فهو جزاؤه كذلك نجزي الظالمين ഇവിടെ ശ്രദ്ധിക്കണം. നജ്സി എന്നാണുള്ളത്. നീട്ടാനുള്ള അക്ഷരം ഉണ്ട്, യാ ഉണ്ട്. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂന ശബ്ദ വന്നാൽ നീട്ടുകയില്ല. അതുകൊണ്ടാണ് നീട്ടാത്തത്. നജ്സി എന്ന് വായിക്കില്ല. നജ്സി الظالمين فبدأ بأوعيتهم قبل وعاء أخيه ثم استخرجها
ثم استخرجها من وعاء أخيه മിൻ വിആ എന്ന് പറയുന്നത് നൂനിന് ശേഷം വാവാണ്, നൗമിയിൽപ്പെട്ട അക്ഷരമാണ്. നൂന് വാവ് മീം യാ. മിൻ വിആഇ അഖീഹി കദാലിക കിദ്നാ ലിയൂസുഫ് ما كان ليأخذ أخاه في دين الملك إلا أن يشاء الله إلا എന്നതിന് ശേഷം അടുത്ത വാക്കിലാണ് മദ് മുൻഫസിലാണ്. അയ്യശാ ഒരു വാക്കാണ്, മുത്തസിലാണ്. അയ്യശാ അല്ലാഹ് നർഫഉ ദറജാതിൻ മൻ നശാ وفوق كل ذي علم عليم وفوق كل ذي علم عليم. فبدأ بأوعيتهم قبل وعاء أخيه ثم استخرجها من وعاء أخيه كذلك كدنا ليوسف ما كان ليأخذ أخاه في دين الملك إلا أن يشاء الله نرفع درجات من نشاء وفوق كل ذي علم عليم. إن شاء الله نودي നോക്കാം. നമ്മുടെ ക്ലാസ് 3 പ്രാവശ്യമെങ്കിലും ഖത്മ് തീരുന്ന രൂപത്തിലുള്ള ക്ലാസ്സാണ്. വെറും ക്ലാസ് മാത്രമല്ല, ഖത്മ് കൂടി തീർക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഉപകരിക്കുമെങ്കിൽ എന്ത് ചെയ്യാം, കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യുക, കുടുംബ ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. എല്ലാവരും അറിയിച്ച് ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യുക, കൂടുതൽ ആളുകളെ എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما رجعوا إلى أبيهم قالوا يا أبانا منع منا الكيل فأرسل معنا أخانا نكتل وإنا له لحافظون. قال هل آمنكم عليه إلا كما أمنتكم على أخيه من قبل فالله خير حافظا وهو أرحم الراحمين. ولما فتحوا متاعهم وجدوا بضاعتهم ردت إليهم قالوا يا أبانا ما نبغي هذه بضاعتنا ردت إلينا ونمير أهلنا ونحفظ أخانا ونزداد كيل بعير ذلك كيل يسير. قال لن أرسله معكم حتى تؤتون موثقا من الله لتأتونني به إلا أن يحاط بكم. فلما آتوه موثقهم قال الله على ما نقول وكيل. وقال يا بني لا تدخلوا من باب واحد وادخلوا من أبواب متفرقة وما أغني عنكم من الله من شيء إن الحكم إلا لله عليه توكلت وعليه فليتوكل المتوكلون. ولما دخلوا من حيث أمرهم أبوهم ما كان يغني عنهم من الله من شيء
من شيء إلا حاجة في نفس يعقوب قضاها وإنه لذو علم لما علمناه ولكن أكثر الناس لا يعلمون ولما دخلوا على يوسف آوى إليه أخاه قال إني أنا أخوك فلا تبتئس بما كانوا يعملون فلما جهزهم بجهازهم جعل السقاية في رحل أخيه ثم أذن مؤذن أيتها العير إنكم لسارقون قالوا وأقبلوا عليهم ماذا تفقدون قالوا نفقد صواع الملك ولمن جاء به حمل بعير وأنا به زعيم قالوا تالله لقد علمتم ما جئنا لنفسد في الأرض وما كنا سارقين قالوا فما جزاؤه إن كنتم كاذبين قالوا جزاؤه من وجد في رحله فهو جزاؤه كذلك نجزي الظالمين فبدأ بأوعيتهم قبل وعاء أخيه ثم استخرجها من وعاء أخيه كذلك كدنا ليوسف ما كان ليأخذ أخاه في دين الملك إلا أن يشاء الله نرفع درجات من نشاء وفوق كل ذي علم عليم صدق الله العلي العظيم അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓതിയ ഖിറാഅത്ത് നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ റബ്ബേ നീ സ്വീകരിക്കണം റഹ്മാനെ. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, നീ സ്വീകരിക്കണം റഹ്മാനെ. അവരൊക്കെ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരും ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് ഒരാൾ ഉപ്പുമ്മാക്ക് ഫാത്തിമ എന്നവർ ഓക്സിജൻ കുറഞ്ഞു പോകുന്നുണ്ട് എന്ന പ്രശ്നം പറഞ്ഞിരുന്നു. ഒരു മാസത്തോളമായി ഓക്സിജന് അതിൻ്റെ ഒക്കെ ലെവലൊക്കെ തെറ്റിയിരിക്കുക എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ആഫിയത്തും ദീർഘായുസ്സും സിഹത്തും ഖുവത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ റബ്ബ് പരിപൂർണമായിട്ട് നീ ശിഫ നൽകണം റഹ്മാനെ. അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ മദ്രസയിലൊക്കെ പരീക്ഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല റാഹത്തായിട്ട് പഠിക്കാനും പഠിച്ചതനുസരിച്ച് എക്സാമൊക്കെ എഴുതാനും നല്ല ഉന്നത മാർക്ക് നേടാനൊക്കെ ഉള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഈ തൗഫീഖ് പ്രദാനം ചെയ്യണം റഹ്മാനെ. നമ്മുടെ ക്ലാസ് ഇൻഷാ അല്ലാഹ് ക്ലാസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയ ക്ലാസ്സുകളൊക്കെ മദ്രസ കുട്ടികൾക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ 1-2 ക്ലാസ്സുകൾ 1-2 ദിവസം കൂടി വരുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മളെ ക്ലാസ്സിൻ്റെ ഇടയിൽ ഒരു പ്രയാസം ഉണ്ടാകരുത്. ആരും നമ്മുടെ ഖുർആൻ്റെ ക്ലാസ് എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കാണുക. മറ്റേ ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യുക, ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, കേൾക്കുകയും ഒക്കെ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ 1-2 ദിവസം ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒന്നാമത്തെ കുട്ടികളെ പഠനമൊക്കെ ഒന്ന് എളുപ്പമാക്കാനും നമുക്കുണ്ടാവുന്ന രൂപത്തിലുള്ള ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ്. അതിൻ്റെയൊക്കെ പുറമെ ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യുക, ഖുർആൻ്റെ ക്ലാസ് കൂടുതൽ ആളുകളിലേക്കൊക്കെ എത്താനൊക്കെ സഹായകരമാകും. ആ രൂപത്തിലൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്.
അപ്പോൾ ഇൻഷാ അല്ലാഹ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യുക, ഖുർആൻ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പാവപ്പെട്ട സഹോദരി സഹോദരന്മാരൊക്കെ ഉണ്ട്. ഖുർആൻ പഠിക്കണമെന്ന ആഗ്രഹത്തോടു കൂടെ പലരും ചോദിക്കുന്നൊരു വിഷയമാണ് ഫീയുടെ കാര്യം. നമ്മളെ അടുത്തൊന്നും നിർബന്ധിച്ചുകൊണ്ട് ഫീ കാര്യങ്ങളൊന്നും വാങ്ങാറില്ല. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് ആഗ്രഹമുള്ള പലരും ഉണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യുക, പറഞ്ഞുകൊണ്ട് ക്ലാസ്സുകളൊക്കെ പരിചയപ്പെടുത്തി ഉപകരിക്കുമെങ്കിൽ എന്ത് ചെയ്യുക, കൂടുതൽ ആളുകളൊക്കെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യിക്കാൻ വേണ്ടിയൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നിലവിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് തന്നെ കൂട്ടുകാരെന്ത് ചെയ്യുക, അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കൂ എന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനത്തിനും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഓതുന്ന ഓരോ അക്ഷരത്തിനും അല്ലാഹു തആല നിനക്ക് കാരണക്കാരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മളൊക്കെ പഠിപ്പിച്ച ഉസ്താദുമാർ, അല്ലാഹു തആല ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്കൊക്കെ അല്ലാഹു തആല അവരുടെ ഖബറിനെ വെളിച്ചമാക്കി എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. നാം ഓതിയതിനക്ക് മിസ്ല സവാബിനെ നമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് റഹ്മാനെ റബ്ബേ നീ എത്തിച്ച് അവർക്ക് നീ സന്തോഷം പ്രദാനം ചെയ്യണം റഹ്മാനെ. നീ സന്തോഷം പ്രദാനം ചെയ്യണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങൾ ഉദ്ദേശിച്ച ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് റഹ്മാനെ റബ്ബേ, അതൊക്കെ നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ. ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഇനി എല്ലാ നിലക്കും ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളെ വീട്ടിൽ, കുടുംബത്തിൽ, മക്കളിൽ, ആരോഗ്യത്തിൽ, പേരമക്കളിൽ റഹ്മാനെ റബ്ബേ, ഭാര്യ ഭർത്താക്കന്മാരിൽ റഹ്മാനെ റബ്ബേ, ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഞങ്ങൾക്ക് കുടുംബക്കാരിൽ, കൂട്ടുകാരിൽ, സഹപ്രവർത്തകരിൽ, ഞങ്ങൾക്ക് വശം തന്നവർ, സഹായിച്ചവർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത് നമ്മുടെ പ്രേക്ഷകരായ മുഴുവൻ ആളുകൾക്കും എല്ലാ നിലക്കും നീ അവരുടെ ഉദ്ദേശങ്ങളും എല്ലാ നിലക്കും അവരുടെ എല്ലാ കാര്യത്തിലും നീ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ആമീൻ. നബി റഹ്മത്തിക്ക് യാ റഹ്മാൻ റഹീമീൻ.